ഒന്നുമില്ല. എനിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയില്ലേ? എന്തായാലും പറഞ്ഞിട്ട് രാത്രി വിളിച്ചുകൊണ്ടിറങ്ങി ഓടിയത്. ആ ഏത് കാര്യം കേട്ടിട്ടില്ല? ഞാൻ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ആ സ്ഥലമേ ഒരുമാതിരി മനസ്സാക്ഷ പിടിച്ച സ്ഥലമാണ്. രാത്രി ഭയങ്കര നെഗറ്റീവാണ്. രാത്രി ഭയങ്കര നെഗറ്റീവാ. ഓ അപ്പൊ പകല് നെഗറ്റീവ് എവിടെ പോകും? സദ്യ കാണാൻ പോകും. പകല് നെഗറ്റീവ് എവിടെയും പോവില്ല. പകലിൽ നെഗറ്റീവ് ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രിയുടെ അത്ര ഇല്ല എന്നാണ് ഇതിൽ. സാറിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലല്ലോ. അല്ലല്ലല്ലല്ലല്ലല്ല അന്നേ ഒരു ദിവസം ഞാൻ ചൂണ്ടിടാൻ പോയ സമയത്ത് ഞാൻ സമാധാനമായിട്ട് ചൂണ്ടിട്ടോണ്ടിരുന്ന സമയത്ത് തക്കനൊരു പിടി. ഞാൻ തിരിഞ്ഞൊക്കെ ഒറ്റ മനുഷ്യനോടെ കാണാനില്ല. ആരും കഴിക്കുന്നത് തോന്നിയായിരിക്കും. അല്ലേ സീരിയസ് ആയിട്ടൊന്ന് നിന്നെ പോലുള്ളവന്മാരാണ് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പേടിപ്പിക്കുന്നത്. ഓ തന്നെ 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 അനുഭവം വരുന്നിടം വരെ വിശ്വാസമൊന്നും കാണൂല. അനുഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളങ്കാല് പോലെ ഒന്ന് ഇറക്കി. ആദ്യ അനുഭവം വരട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ശരി നടന്നോണ്ട് നേരം നടക്കടാ. ചേച്ചി ഞാൻ പറഞ്ഞതുള്ള കാര്യമാണ്. മാറുള്ള കാര്യം പോടാണ്. പക്ഷെ സത്യം പോയി യേശു. വേറെ എന്തെങ്കിലും പറയണെങ്കിൽ പറ. ഓ ശരി, വേറെ എന്തെങ്കിലും. ചേച്ചി ഹായ്. ഹായ് ചേച്ചി, കല്ലിനെ കൊണ്ടുവന്നില്ലേ? കല്ലിനെ കൊണ്ടുവന്നില്ല, കല്ല് കുഴിപ്പള്ളത്ത്. കല്ലിനെ കൊണ്ടുവരാനുണ്ട്. അതിനെ വിളിച്ചിട്ട് വരണ്ടാവുള്ളൂ. ലച്ചു இங்க இல்லாம ஏதோ மாதிரி இருந்தது. സിദ്ധു എവിടെ മോളെ? അവൻ കൊടുങ്ങല്ലൂർ എന്തോ പോയേക്കോ. ഇതാ വണ്ടി നോക്കാനുണ്ട്. എന്താ ചേച്ചി? എന്ത് വണ്ടിയാന്ന് അറിയാൻ പാടില്ല. അവന്റെ കൂട്ടുകാരനെ അവന്റെ വണ്ടി ഒന്ന് വിൽക്കാനിട്ടേക്കുന്നു. അപ്പൊ അതിന്റെ വിലയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയത്. ചേച്ചി ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി അങ്ങനെ മനസ്സിലോട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുത്താൽ മതിയല്ലോ. ഈ പൊട്ട വിശ്വാസമൊക്കെ ആക്കുകയാണ്. ചേച്ചി പൊട്ട വിശ്വാസമൊന്നുമില്ല. പാവടയിലെ പ്രശ്നമുള്ളതൊക്കെ പാവടയിലെ പമ്പ പ്രശ്നമുള്ളൂ. എടാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നീയാണ് ഇപ്പൊ. ഓ ശരി, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ. എന്തുവാ കാര്യം പറ. എന്നാ മുമ്പേ ഈ മണ്ടവണാപ്പി പറയാ പാറമടയിൽ പ്രേതശല്യം ഉണ്ടെന്ന്. ഇത് പൊട്ട കഥയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാ. ഇല്ല മുമ്പ കേട്ടിട്ടുണ്ടോ? അവിടെ ആരോ വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള്? അതിപ്പോ കേൾക്കാൻ മാത്രല്ല, ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടുമുണ്ട്. എന്നും പറഞ്ഞ് മരിച്ച ആളെ പ്രേതാളൊക്കെ റോള് കളിക്കുവാണോ? അല്ലല്ലോ. വിശ്വസിക്കാതിരിക്കുവാണെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. രാത്രി അവിടെ പോയി നിൽക്കാൻ പറ്റൂ? നട്ടുച്ചയ്ക്ക് ഒരു മണിക്കൂർ അവിടെ പോയിട്ട് നിൽക്കാൻ പറ്റുമോ മാഡത്തിനെ കൊണ്ട്? ഹലോ സാറിനെ വെല്ലുവിളിക്കുവാണോ? ഓ പിന്നെ വെല്ലുവിളിച്ചാ ഇപ്പൊ ഏറ്റെടുക്കും. ഏറ്റെടുക്കാനേ ഞാൻ റെഡിയാ. ഞാൻ പോയി നിക്കാം. രാത്രി ഞാൻ പോയി നിക്കാന്ന്. ലച്ചു രാത്രിനാ നട്ടരാത്രി 12 മണിക്കാ? 12 മണിക്ക് നടക്കുമ്പോ നിക്കാൻ നിൽക്കാൻ പറ്റിയൊന്നുമില്ല. എനിക്കൊന്ന് ഉറങ്ങണം. 8 മണിയാകുമ്പോ ഇരുട്ടാവുമല്ലോ. ഞാൻ 8 മണിയാകുമ്പോ പോയി നിന്നോളാം. പ്രശ്നം തോന്നില്ലേ? 8 മണിക്കൊന്നും പോയി നിൽക്കണ്ട. ഒരു 7 മണിക്കൊക്കെ പോയാൽ നിന്നാൽ മതി. ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കണം. പറ്റും. പറ്റണ്ട. പറ്റി വെക്കാം. എന്ത് 500 ഉറപ്പാണോ? ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ പോയി നിൽക്കണം. ഇന്ന് എന്നെ പോയി നിക്കാം. ശരി ലച്ചു വേണോ? ലച്ചു ഇന്ന് പോയാലി. ലച്ചു ആവശ്യമായിട്ട് വിളിക്കുന്നു പോവല്ലോ. എന്റെ അമ്മ ഈ ലച്ചുനുണ്ടല്ലോ പേടി എന്ന് പറഞ്ഞ സാധനമില്ല. അതുപോലെ തന്നെ അന്ധവിശ്വാസവും. ഞാൻ പോണ്ടേ? അമ്മയോടെയായി ശരി മാസത്തെ കയറി ഒരു കാര്യം ശരിക്കും 500 രൂപ തന്നേക്ക്. പ്രശ്നം കഴിഞ്ഞില്ലേ? നീ എന്തിനാ ചുമ്മാ കൊച്ചിനെ വെല്ലുവിളിക്കുന്നേ? അത് മര്യാദ കടകാതെ ഇരിക്കുകയല്ലയോ? നിനക്കെന്താ കുഴപ്പം? ചേച്ചിന്റെ പോയി ബെറ്റ് വെച്ച് 500 രൂപ കുഴപ്പമില്ല മുമ്പ, ഞാൻ വിട്ടു. ഇപ്പൊ ബെറ്റ് വെച്ചിട്ട് ചേച്ചി പേടിച്ച് വിറച്ച് ഒളിച്ചോടത്തിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ.
അല്ല ചേച്ചി ഓരോളിക്കലും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ പോകും, നോക്കിയോ. പേടിയാണെങ്കിൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ല ആർക്ക് പേടി? നിങ്ങൾക്ക് തോന്നുന്നല്ലേ ഇച്ചിരി പേടി ഉണ്ടാവുന്ന? ഒരു പേടിയുമില്ല. അമ്മൂമ്മ സമയം ഇപ്പൊ 7:30 ആയോളൂ. ഞാൻ ആദ്യം അവിടെ പോയി നോക്കട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ. പക്ഷേ നീ അങ്ങോട്ട് പോകണ്ട, അവിടെയൊക്കെ ഇഴജന്തുക്കൾ കാണും, നീ പോകണ്ട. എന്റെ അമ്മൂമ്മ, ഈ ഇഴജന്തുക്കളെക്കാളും പേടി എനിക്കിപ്പോ മനുഷ്യന്മാരെയാണ്. കയ്യിലേ ഫ്ലാഷ് ലൈറ്റ് കുഴപ്പമില്ല. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അമ്മൂമ്മ ഇന്ന് ചന്ദ്രനെ കാണാനില്ല. കറുത്തവാവണ കറുത്ത വാവല്ല, ചുമന്ന വാവ്. മിണ്ടാവണം നിന്നോ കേട്ടാ. ശരി ശരി ശരി. ചേച്ചി പോവാണോ? ആ ഞാൻ പോവാ. 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂറാ? 1.5 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കും, നോക്കിക്കോ. 1.5 മണിക്കൂറോ? ആ ശരി ശരി ശരി. കൂട്ടിന് ഞാൻ വല്ല പറഞ്ഞോ? ഓടെ ചീടി ചെറുക്കാൻ. അമ്മൂമ്മ പോയിട്ട് വരും. ലച്ചു ലച്ചു പുറകേന്ന് വിളിക്കണ്ട. നിനക്ക് വല്ല ആവശ്യമുള്ള കാര്യം വരുന്നത് ആണോ? വെറുതെ മനുഷ്യനെ പിടിപ്പിക്കാൻ വേണ്ടി ഓരോ കഥകളെ കൊണ്ടുപോകും. പുതുമഴയായി കൊണ്ട് ചേച്ചി ചേച്ചി ഇല്ല. ചേച്ചി വരയ്ക്കുന്നുണ്ടോ? വിളക്ക് ഇല്ലല്ലോ. ചേച്ചി പനിയല്ലോ ഉണ്ടോ? ഇല്ല പാറു. ലച്ചു നിനക്ക് ഉടമ്പ് പൊടിയില്ല? കുഴപ്പമൊന്നുമില്ല ആന്റി. കാച്ചലല്ല ഇല്ലേ? നല്ല പറയാനുണ്ട്. വിറയ്ക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉനക്ക് ചൂടാണ് കട്ടൻ ചായ എടുക്കട്ടാ? നല്ലൊരു തീരുമാനമായിരിക്കും അത്. നല്ല ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തരും. ഓ ഇപ്പവേ കൊണ്ടുതരാം. ചേച്ചി നല്ല പാറമടയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ കഥ കുറച്ച് നിൽക്കുമായിരുന്നല്ലോ. അത് പിന്നെ മനുഷ്യനെ ഒന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങുമായിരുന്നോ? എണീറ്റില്ലേ ഇതുവരെ? അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. ഭയങ്കര
ശരീരം വേദനയും ക്ഷീണവും അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരാം. നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. വിറയ്ക്കുന്നുണ്ടോ? അതിപ്പോ ഇപ്പൊ കടപ്പൊക്കെ അല്ലേ മുന്നേ അതിന്റെയാ. പിന്നെ ഇന്നലെ അവിടെ കുറെ നേരം നിന്ന് മഞ്ഞൊക്കെ കൊണ്ടല്ലേ. അത് നീ ഒരുപാട് നേരം അവിടെ നിന്നില്ലല്ലോ. കൂടെ പോയി കഴിഞ്ഞാൽ 15. എന്തൊക്കെ ഡയലോഗ്. ഒരു മണിക്കൂർ നിൽക്കി, 1.5 മണിക്കൂർ ഞാൻ നിൽക്കും. നീ എണ്ണി വെച്ചോളാം. എങ്ങനെ ഇരിക്കും? 1/2 മണിക്കൂർ നിന്നാ മതിയായിരുന്നു. 15 മിനിറ്റ്. എടാ ഞാൻ എന്തായാലും അവിടെ പോയില്ലേ. ഞാൻ അവിടെ പോയി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ച്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങ് വന്നു. എന്നാലും ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കാം. അവിടുന്ന് വന്നപ്പോ നല്ലപോലെ വിയർത്തായിരുന്നു. പിന്നെ നീ അധികം സംസാരിച്ചതും ഇല്ല. അത് പിന്നെ ചൂടല്ലേ, അപ്പൊ ചൂട് കാരണം നേർക്കൂലേ മനുഷ്യൻ. ചേച്ചിയല്ലേ ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. എടാ അവിടെ എത്തിയപ്പോ തണുപ്പുണ്ടായിരുന്നു, അവിടെ നിൽക്കുമ്പോഴും തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവിടെ വരെ എത്തുമ്പോ ഗ്യാപ്പിൽ ശരീരം ഒക്കെ ഹീറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മൾ അത്രയും കിലോമീറ്റർ ഉണ്ടല്ലോ, കുറെ നടക്കുമ്പോ നമ്മള് വേർക്കാവുന്നു. ശരി. പിന്നെ ചേച്ചി ബെറ്റ് ഇപ്പോഴും വാലിഡ് ആണ്. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞ് മുതലാളി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടെ 15 മിനിറ്റാണ് നിന്നുള്ളൂ. അതുകൊണ്ട് ചേച്ചി എപ്പം പോയി 1 മണിക്കൂറോട് ഒറ്റയ്ക്ക് നിൽക്കുന്നോ അപ്പൊ 500 കൊടുത്ത് കഴിക്കും. ഓൺലി 500 കേസ് എനിക്ക് വേണ്ട തന്നെ 500. എങ്കിലും സ്കൂളിൽ പോവേണ്ട. എല്ലാ അമ്മമാർക്കും ഇതറിയാം. പുതിയ കോൾഗേറ്റ് സ്ട്രോങ് ടീത്തിലുണ്ട് ആർജിനിനും കാൽഷ്യം ബൂസ്റ്റ് ടെക്നോളജിയും. ഇത് നൽകും 24 മണിക്കൂർ മുഴുവൻ കാവിറ്റീസിൽ നിന്ന് സംരക്ഷണം. 24 മണിക്കൂർ. അപ്പൊ കാവിറ്റീസിന് ചാൻസേ ഇല്ല. ഹോസ്പിറ്റലാക്കി. ചേച്ചി, ചേച്ചിയുടെ കൈ നന്നായിട്ട് വറക്കുന്നുണ്ടല്ലോ. അതെനിക്ക് ഇടയ്ക്ക് ഇതേപോലെ വിറയലൊക്കെ വരും. ചേച്ചി പാവടെ പോയി നിന്നപ്പോ ചേച്ചി പേടി തോന്നിയായിരുന്നു. പേടിയോ? എന്ത് പേടി? അവിടെ മരപ്പെട്ടിയും കാട്ടുപൂച്ചയൊക്കെ ഉണ്ട്. പേടിച്ചായിരുന്നു നീ? അതിന് മരപ്പട്ടിനെയും കാട്ടുപൂച്ചിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ. അതുങ്ങളൊക്കെ എന്തിനാ പേടിക്കണം? ഇന്നലെ കണ്ടായിരുന്നേ കാണായിരുന്നു. അതെങ്കിലും കടിച്ചു വീട്ടിൽ പോയാൽ കാട്ടുപൂച്ചയും മരപ്പെട്ടിയൊക്കെ ചേച്ചിയെ കണ്ടിട്ട് പേടിച്ചോടിക്കാണും. അതെ, എല്ലാം കൂടെ ചുറ്റി നിന്ന് ചൊറിയാണ്ട് പോകുന്നുണ്ടോ? நிஜு எங்க ஊர்ல செல்வண்ணா சொல்லிட்டு ஒரு அண்ணா இருந்தாரு. அவர் ரொம்ப தைரியசாலி. அவரோட தைரியம் பார்த்துட்டு அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, പ്രേതകഥയാണോ? பிரேதெல்லாம் இல்ல, கேட்டு பாரு, ரொம்ப அருமையா இருக்கும். அப்புறம் அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, உனக்கு அவ்வளவு தைரியம்னா நீ ஒண்ணு செய், நீ போய் சுடுகாட்டுல நட்ட ராத்திரி 12 மணிக்கு போய் சாம்பல் எடுத்துட்டு வரணும். இவருக்கு ரொம்ப தைரியம் தானே. இவர் சொன்னாரு, அதுக்கு என்ன, நான் போய் எடுத்துட்டு வரேன்னு. இவர் அப்படி போனாரு லட்சு, சாம்பல் எடுத்துட்டு வந்தாரு. அதுக்கப்புறம் கதவை சாத்தி அப்படியே உட்கார்ந்தாரு. ஒண்ணுமே பேசல. அந்த பேசாதிருந்த அது எதனால பேசாம இருந்தானால எனக்கு தெரியாது. நானா யார்கிட்டே பேசல. அதுக்கப்புறம் எல்லாரும் போய் இப்படி கதவை ஓபன் பண்ணி பார்த்தப்போ பிசாசு
എടുത്തിട്ട് ഓടിയിട്ട് അങ്ങനെ ഓടിനാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അവനവന്റെ കാര്യം നോക്കിയിരുന്ന അവനവന് തന്നെ കൊള്ളാം. നാനും കിച്ചണിലെ പോട്ടോ ഇത് കൊണ്ടുവച്ചാൽ എന്നെ ചൂട് പോയി. എന്നാ പിന്നെ ഞാനും പറഞ്ഞു കഴിക്കാൻ വല്ലതുണ്ടോ? ചേച്ചി ഞാൻ പോട്ടെ. അങ്ങോട്ട് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ അവിടെ ഇരിക്കണേ. എന്താ ചേച്ചി? ഗ്ലിച്ചർ. ഇതേ നാളെ ഞാൻ പടവലത്തൂര് പോകുന്നു. ശരിട്ടോ പറഞ്ഞ പടവലത്താ? ഓ നമുക്ക് രണ്ടു കൂടെ പോട്ടിരാ. നമുക്ക് രണ്ടുപേർക്കും കൂടെയാ? അല്ല അപ്പൊ നീ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ആ വീട്ടിലൊക്കെ ഇരിക്കണ്ടേ? ഞാനില്ല. ഞാനില്ല. ചേച്ചി വാ പോയിട്ട് വരാ. എല്ലാവർക്കും കൂടെ ആണെങ്കിൽ നമുക്ക് പോവാം. എന്നാ ഞാൻ വരാം കേട്ടോ. നോക്കെ ഞാൻ രണ്ടു പോട്ടിരാ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോണോ? അപ്പൊ പിന്നെ ഇവിടെ വേറെ ആരുള്ളേ? പിന്നെ അമ്മൂമ്മേനെ എന്റെ അവരവരുടെ ജോലി തിരക്കിലല്ലേ. അങ്ങനെ പോകുന്നു വേണ്ട. പോവാണെങ്കിൽ എല്ലാവർക്കും കൂടെ പോയാൽ മതി. ചേച്ചിക്ക് എന്തോ ചേച്ചി ഇത്? ചേച്ചിക്ക് എന്തോന്ന്? ഒന്നുമില്ല. ഫോൺ എടുക്കണം. ചേച്ചിക്കല്ലേ അതെന്റെ എട്. എന്താ എന്ത് പറഞ്ഞൊന്നുമില്ല. ഞാൻ തിരക്കില്ല ചേച്ചി. ഞാൻ പണം വരയ്ക്കുക. പടമൊക്കെ പിന്നെ വരയ്ക്കാം. അങ്ങ് വാ. ഞാൻ പണം വരച്ചിട്ട് വരാം. അങ്ങ് വാ, വാ. കളിക്കില്ല ചുമ്മാ. ചേച്ചി ചേച്ചി എങ്ങോട്ട് പോയി വിളിക്കുന്നു ചേച്ചിനെ? എങ്ങോട്ടും പോയില്ല. കൊച്ചിനെ വിളിച്ചോണ്ട് പോടാ. പോയി എടുത്തിട്ട് ചേച്ചി. എന്നാ നീ വാ. വാടാ. ഒരു ഓടത്തില്ല ചേച്ചി. വാടാ. ചേച്ചിനെ കിളി പോയാ? എന്റെ കിളിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി പിന്നെ നീ എന്താ നേരം ടക്കനെ ഓർത്തപ്പോ പറയണമെന്ന് തോന്നി. ചേച്ചി കേൾക്കണ്ടൊക്കെ വേണ്ട. എന്താ പറഞ്ഞിട്ട് പോവും? എന്താ സംഭവമൊന്നുമില്ല. നമ്മുടെ അപ്പാറമ്മയുടെ സൈഡിൽ ഈ പിള്ളേർ ഇടക്കിടക്ക് രാത്രി ചൂണ്ടി എന്ത് കാര്യത്തിൽ? അതൊരു ഫണ്ട്. വെളുപ്പിന് 3 മണിവരെ അവിടെ അങ്ങനെ ഇരിക്കും. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്തുന്ന ചില അസ്വാഭാവിക സൗണ്ടുകൾ, ശബ്ദങ്ങൾ അത് കേട്ടിട്ടുണ്ട്. എടാ, ഈ പയ്യന്മാർക്കൊക്കെ വെളുപ്പിന് 3 മണിക്ക് നേരത്തൊക്കെ വീട്ടിൽ ഇരുന്നൂടെ? എന്തിനാണ് ഈ വെളുപ്പാക്കാലത്തൊക്കെ വന്ന് ചൂണ്ടിടാൻ നിൽക്കുന്നത്? ഒരു ഫണ്ട്. ഇനിയിപ്പൊ മീനെ കിട്ടിയെന്ന് വിചാരിച്ചോ? ഇപ്പൊ അടുത്ത ദിവസം തന്നെ കറി വെച്ച് കഴിക്കോ? ഇല്ലല്ലോ. ഫുൾ ടൈം ഉറപ്പായിരിക്കില്ലേ? ഇനിയിപ്പൊ മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 200 രൂപയ്ക്ക് മീൻ മേടിച്ച് കഴിച്ച് എന്താണ് നമ്മുടെ കുഴപ്പം? അത് ശരിയാണ്. അല്ല പക്ഷേ കരച്ചില് വെക്കുകയാണ് അവർ രാത്രി കേൾക്കാറുണ്ടെന്ന് പറയാം. കേശു നോക്കിയ ടോപ്പിക്ക് വിടാം. അതെ ടോപ്പിക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ കരച്ചിലൊക്കെ കേട്ടവന്മാരെ 4 ദിവസമാണ് പനി വെച്ച് കിടന്നത്.